ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇട്ടിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം വളരെ സിമ്പിൾ. ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വേറെ ആരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. 4 വീലേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാവരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നേരത്തെ ചെയ്തൊരു പ്രോഡക്റ്റിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, പക്ഷേ ഇത് അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. കാരണം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ളൊരു ഡാഷ് ക്യാം, അതായത് സാധാരണ ഡാഷ് ക്യാം അല്ല, ഒരു ഡാഷ് ക്യാം, അതായത് 70mi എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ A200 എന്ന് പറയുന്ന മോഡൽ ഡാഷ് ക്യാമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ് ക്യാം വെക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇപ്പോഴത്തെ ഒരു സെനറിയോ വെച്ചാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിഡൻസിൻ്റെ ലെവൽ ഒട്ടും തന്നെ കുറയുന്നില്ല, അതും കൂടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം പ്രൂഫാണ്. അതായത് പ്രൂഫ് കാണിച്ചു കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് തർക്കിച്ചോ സമയം കളയും. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു ക്യാമറ ഉണ്ടെങ്കിലോ പക്കയായിരിക്കും. കാരണം നമുക്ക് ക്യാമറ നോക്കാം എന്ന് പറഞ്ഞാൽ തീരാനുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ഡാഷ് ക്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഡാഷ് ക്യാം നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്തിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. 4K ആണ്, അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള 70mi തന്നെയായിരുന്നു. അഡ്വാൻസ്ഡ് ആണ്, പക്ഷേ അതിനൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം റേറ്റ് കൂടുമെന്നുള്ളത്. പക്ഷേ ഇതൊരു അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്ക് പെട്ടെന്ന് പിന്നെ അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്, ഈ ഒരു വാഗണറിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. A200 എന്ന് പറയുന്ന 70mi ഈ മോഡൽ നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഏതായാലും പെട്ടെന്ന് തുടങ്ങിയേക്കാം. രണ്ട് സൈഡിലെ പോർഷൻസ് നമുക്ക് കാണാം. ഈ ഒരു പോർഷൻ നമുക്കൊന്ന് നോക്കാം. ഒരു ജസ്റ്റ് മാനുവലും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമുക്ക് തുറന്ന് നോക്കിയേക്കാം. യെസ്, സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. 1 2 3 4 സ്റ്റിക്കേഴ്സ്. ഏതായാലും അത് നല്ലൊരു കാര്യം കേട്ടോ. 4 സ്റ്റിക്കേഴ്സ് ഏതായാലും അവൈലബിൾ ആണ്. അതവിടെ ഇരിക്കട്ടെ. ബാക്കി അതിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കറും ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇതിനൊന്ന് മാറ്റുകയാണ്. അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും, ആദ്യം തന്നെ നമുക്ക് റിയർ ക്യാമറ ഒന്ന് എടുക്കാം. നമ്മുടെ റിയർ ക്യാമറ ഓക്കെ. ഇനി നമ്മുടെ മെയിൻ ക്യാമറ. അടിപൊളി. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ യൂണിറ്റ്. മെമ്മറി കാർഡ് ഏതായാലും ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇവനെ ഒന്ന് മാറ്റുകയാണ്. ഇനി ഈ സൈഡിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം, എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. വയറൊക്കെ നമുക്കൊന്ന് കയറ്റി ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വയറൊന്ന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആ പ്ലാസ്റ്റിക് അഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂള്. പിന്നെ B ടൈപ്പ് കേബിളാണ്, അതായത് USB A ടൈപ്പ് ടു B ടൈപ്പ് കേബിള് മാറ്റി. അടുത്തൊരു ചാർജർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. ഈ ഒരു പക്ഷേ ഇതിനകത്ത് സിംഗിളേ ഉള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചു, അതായത് 70mi ഈ 810 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ ശരിക്കും ചാർജർ വരുന്ന 2 പോർട്ടുകൾ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിനകത്ത് 2 പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഒരെണ്ണത്തിൽ നമ്മൾ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ പോലും അടുത്തത് നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള ചാർജ് ചെയ്യാൻ വേണ്ടി, അതായത് ഫോൺസൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8000 രൂപയാണ് വരുന്നത്. 12990 ഇതിൻ്റെ MRP പ്രൈസാണ് വരുന്നത്. പക്ഷേ 8000 രൂപ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. 7999 രൂപയാണ് ആമസോൺ പ്രൈസ്. ഞാൻ ആമസോണിൻ്റെ ലിങ്കും കൂടെ ഇട്ടേക്കാൻ, മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചാർജർ ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുകയാണ്. അടുത്ത് വരുന്ന ഒരു സാധനം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കിയേക്കാം. യെസ്, ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ബാക്കിലത്തെ ക്യാമറയിൽ നിന്നും നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്ന കണക്ഷനാണ്. ബ്രാക്കറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്, അതായത് നമുക്ക് ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ള ബ്രാക്കറ്റ് ഇവിടെ. പക്ഷേ ഇതിന് ഡബിൾ സൈഡ് ഉണ്ട്, ക്യാമറയിലും ഡബിൾ സൈഡ് ഉണ്ട്. ഇതിൽ ഈ ഡബിൾ സൈഡ് പോവുക, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇവർ അഡീഷണൽ ആയിട്ടൊരു ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് കേട്ടോ. ഒരു ഹാറ്റ്സ് ഓഫ് അതിന് കൊടുക്കാൻ പറ്റും. പെക്കും കൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയേക്കാം. നമുക്കിവിടെ കാണത്തക്ക രീതിയിൽ 1080, അതായത് ഫുൾ HD വിത്ത് HDR ആണ് വരുന്നത്. പാർക്കിംഗ് സർവേലൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ അതിന് അഡീഷണൽ ഒരു കേബിൾ, ഫുൾ ടൈം അതിൽ കറണ്ട് വരുന്നൊരു അഡീഷണൽ വയറിംഗ് ഹാർനസും കൂടെ നമ്മൾ മേടിക്കേണ്ട ആവശ്യമുണ്ട്. ഈ കിറ്റിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതല്ല. പിന്നെ ആൻഡ്രോയിഡ് ആപ്പ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഫോൺ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലോട്ട് സേവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ക്യാമറ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഫിറ്റ്മെൻറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓടിച്ചെന്നൊന്ന് നോക്കാം. നമുക്ക് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഈ ഒരു സെൻറ്റർ പോർഷൻ നോക്കിയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടൂൾസും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ടൂൾസായിട്ട് വേറെ വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. നമുക്ക് ഈ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിത് നാളെ ഒരു സമയത്ത് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടേപ്പ് നമ്മൾ ഒട്ടിക്കുന്നത്. ഈ ഒരു ഭാഗം കറക്റ്റ് ഇവിടെ ഒട്ടിക്കത്തക്ക രീതിയിൽ ഈ ഒരു ബ്രാക്കറ്റാണ്, അതായത് ഈ ക്യാമറ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രാക്കറ്റാണ്. തിരിച്ച് നമുക്കിതിങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത്, കണ്ടോ, ഇതിങ്ങനെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഊരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം ഇത് കറക്റ്റ് സൂട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു
സ്റ്റിക്കറാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അളവിൽ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റിക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റിക്കർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് നോക്കിയേക്കണം. ഒരുപാട് താഴോട്ട് പോവല്ല. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കയറ്റി ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ വലിയ ശല്യം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒട്ടിക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറും എനിക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും വലിയ ദൂരം, അതായത് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ എനിക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. യെസ്, ഇത് കളയുന്നു. ഇതാണ് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പോകുന്ന കാര്യം. ഗ്ലാസ് നീറ്റായിരിക്കണം, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മറക്കരുത്. ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. എയർ നിൽക്കാതെ ഒട്ടിക്കാൻ ഏറ്റവും നല്ലൊരു വഴി ഇതാണ്. യെസ്, ക്ലാമ്പാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ക്ലാമ്പ് കറക്റ്റ് അതിൻ്റെ സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. പക്ഷേ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ക്യാമറ നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക. തിരിഞ്ഞു പോയി കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരേണ്ടത്. യെസ്, അപ്പോൾ ഇതിങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഇങ്ങനെ വരുന്ന രീതിക്ക് ഇത് നമ്മൾ ഒട്ടിക്കണം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് പീൽ ഓഫ് ചെയ്യാണ്. യെസ്, അത് പീൽ ചെയ്തു. ഇനി കറക്റ്റ് ആ ഡോട്ടഡ് ലൈൻസിൽ തന്നെ കറക്റ്റ്. അപ്പം നമുക്കിതിന് ചെരുവോ കാര്യങ്ങളോ വരുന്നതായിരിക്കത്തില്ല. ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. അയ്യവാ, അപ്പോൾ സെറ്റ്, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി 2 വയേഴ്സ് ഇതിലോട്ട് തന്നെ വരാനുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ക്യാമറയുടെയും ഒന്ന് നമ്മുടെ 12 വോൾട്ട് സോക്കറ്റിൻ്റെയാണ് വരുന്നത്. അതായത് ഒന്ന് ഈ സോക്കറ്റിൻ്റെ, അതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ നിന്ന് ഈ സൈഡ് വഴി ഇതിലേ ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ല. അതിലേ പോകുന്ന കഴിഞ്ഞും ഇതിലേ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ കൊടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷനിൽ ഞാൻ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വയർ ഏകദേശം ഞാൻ നോക്കിയപ്പം ഇതുപോലെ ഈ സൈഡ് വഴി, അതായത് നമുക്ക് ഈ താഴെക്കൂടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ താഴെക്കൂടെ ഇങ്ങനെ വയർ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ കൊടുക്കുന്നതിൽ ഒരു വൃത്തികേട് എനിക്ക് തോന്നിയുണ്ട്. കാരണം ഒരാൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു അഭംഗി തോന്നുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു പ്ലാൻ ചേഞ്ച് നടത്തുകയാണ്. അതായത് നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഈ കവർ നമുക്ക് അഴിച്ച്, ഇങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഏതായാലും ചെയ്യുമ്പോൾ ഇച്ചിരി വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഈ സൈഡ് വഴി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗ്ലോ ബോക്സ് ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഗ്ലോ ബോക്സ് ഊരി കഴിയുമ്പോഴത്തേക്കും ഇതിലേ കൊണ്ടുവന്ന് ഈ സൈഡ് വഴി കയറി ഇതിനകത്തൂടെ നേരെ മേളിൽ കൂടെ കൊണ്ടുവരിക. ഇതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്കിതിൻ്റെ ഒരു വയറിങ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ആരും കാണുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ഫിറ്റഡ് ആണെന്നുള്ളൊരു തോന്നൽ വരാത്ത രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എ ടു ബി ടൈപ്പ് കേബിളാണ് ഞാൻ എടുക്കുന്നത്. ഈ കേബിൾ എടുക്കുന്നത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ താഴത്തെ കണക്ടറിൻ്റെ അവിടെ നിന്ന്, അതായത് ചാർജറിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിൽ വന്ന് ഈ ഒരു പോർഷനിലോട്ട് വരുന്ന രീതിക്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ രീതിക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോള് കൊടുക്കേണ്ടി വരും. അത് പെട്ടെന്ന് ആരും അറിയാത്ത രീതിക്ക് ഈ ഒരു വയർ ഇറങ്ങിപ്പോകുന്ന രീതിക്ക് മാത്രം ഇവിടുന്ന് ഞാനൊരു ചെറിയ ഹോള് ഇടുകയാണ്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ പൊക്കിയെടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ വയർ ഇതിലെ ഇൻസേർട്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇത് മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്യും. ഈ സൈഡ് വഴി ഞാനിങ്ങനെ എടുക്കുക. അത് ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിവിടെ വെച്ചിട്ട് ഞാൻ ബാക്കി ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് പതുക്കെ ഇതിനെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു കട്ടുണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പക്കയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നേരെ ഡയറക്റ്റ് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ വയർ ഇവിടെ മിച്ചം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലെ നേരെ മേളിൽ കൂടെ കയറ്റി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ പില്ലറിലോട്ട് പോകുന്നത്, അതായത് ഈ ഒരു എ പില്ലറിലെ കവർ നമ്മൾ അഴിച്ച് ഇതിലെ നേരെയാണ് വയർ ഇങ്ങനെ മേളിലോട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് അഴിക്കാം. ഇങ്ങനെ നമുക്ക് ടാഗ് ചെയ്ത്, കാരണം ഇവിടെ ഇങ്ങനെ ഓരോന്ന് ടാഗ് ചെയ്ത് അല്ലെങ്കിൽ ടേപ്പ് ചെയ്ത് ഇത് കറക്റ്റായിട്ട് സൂട്ട് ചെയ്ത് ഇതിൻ്റെ മേളിൽ കൂടെ പതുക്കെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിങ്ങനെ പോരാ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഒന്ന് നോക്കിയേക്കാം, കാരണം നമ്മൾ ഏതായാലും തിരിച്ചെടുക്കണ്ട. അപ്പോൾ ഈ സൈഡിൽ എനിക്ക് എത്രത്തോളം ലെങ്ത് വേണമെന്നുള്ള കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ട്
ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ വേണ്ട എത്രയാണെന്നുള്ള ലെങ്ത് നോക്കി സെറ്റ് ചെയ്യുകയാണ്. ആ ലൈൻ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കറക്റ്റ് ഇങ്ങനെ ചെയ്ത് മേളിൽ കൂടെ ഇതിലേ വന്നിട്ടുണ്ട്. അടുത്ത ലൈനും കൂടെ, അതായത് നമ്മൾ ഈ കണ്ടതുപോലെ നമ്മുടെ റിവേഴ്സിൽ ബാക്കിലേക്കുള്ള ലൈനിൻ്റെ ബാക്കിലത്തെ ക്യാമറയുടെ ലൈനും കൂടെ ഇപ്പം തന്നെ കണക്ട് ചെയ്യുകയാണ്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ടൂളിൻ്റെ ആവശ്യം വരുന്നത് ഇപ്പോഴാണ്. ഇത് കണ്ടോ, ഈ വയറൊക്കെ ഇതിനകത്തോട്ട് കൃത്യമായിട്ട് കയറാത്തതെല്ലാം ഒന്ന് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ വയർ ഇവിടെ നമുക്ക് നേരെ ബാക്ക് വരെ കൊണ്ട് വയർ നമുക്കത് ഇതിൻ്റെ മേളിൽ കൂടെ, അതായത് ഈ കറക്റ്റ് ഇതിനകത്തൂടെ കയറി ഈ സൈഡ് വഴി വന്നിട്ട് ഇതിൻ്റെ മേളിലാണ് നമ്മളിപ്പോൾ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വാഗണാറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതുപോലെ നമ്മൾ ഗ്ലാസ്സിലല്ല ഫിറ്റ് ചെയ്തത്, ഈ ഒരു ടോപ്പിലാണ് ഫിറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇതിൻ്റെ താഴെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് വിസിബിലിറ്റിയും കിട്ടും. ഇവിടെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഡിക്കിയിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ വരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ഗ്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ബാക്കിലത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് വയറെടുക്കാൻ വേണ്ടി ഈ ഒരു പോർഷൻ വഴി തന്നെ വയർ ഇങ്ങോട്ട് വന്ന് ഇതിനകത്തൂടെ കയറി ഇവിടെ വരാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ആ വയറിങ് ചെയ്യുന്നതെന്നുള്ളത്. ഇങ്ങനെ നമ്മളിപ്പോൾ ആ വയർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വയർ ഈ ഒരു പൈപ്പ് വഴി, അതായത് നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഈ ഒരു ചാനൽ വഴി, അതായത് റബ്ബർ ചാനലാണ് വരുന്നത്, ഈ ഒരു ചാനലിനകത്തൂടെ കയറ്റി ഇതിൻ്റെ മേളിലോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്നതിന് ശേഷം ഈ കവർ നമ്മൾ അഴിക്കാൻ വേണ്ടി പോയി നേരെ ബാക്കിലോട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി, താഴോട്ട്. ഓക്കെ, താഴോട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. തൽക്കാലം അത് മാറ്റാം. എന്നിട്ട് ഈ ഒരു ഹോള് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഇതിൽ നിന്ന് നേരെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ പതുക്കെ എടുത്ത് ഈ ഒരു പോർഷനിലാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പും കൂടി ഇങ്ങോട്ട് അഴിച്ചിറക്കാം. എന്നിട്ട് ഈ ഒരു വയറിനെ നമുക്ക് ഇതിലേക്ക് കയറ്റി ഇറക്കണം. അതിന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ ഒരു കമ്പിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് പതുക്കെ, ഇതിനകത്ത് വളരെ പതുക്കെ, കാരണം വേറെ വയറിനൊന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി വേണം ഇൻസേർട്ട് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ടേപ്പ് ചെയ്ത് നമുക്ക് പതുക്കെ ആ വയർ ഇങ്ങോട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ആ പരിപാടി ഒന്ന് തീർക്കട്ടെ. ഒരു കാരണവശാലും ധൃതി കൂട്ടൽ, വളരെ പതുക്കെ സമാധാനത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. തിരക്കിട്ട് ചെയ്യുക, ധൃതി കൂട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. റബ്ബറൊക്കെ കീറിപ്പോയുള്ള ചാൻസ് ഉണ്ട്, വയറിന് പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മളിത് സ്മൂത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഒരു ലൈൻ ഇവിടെ വെച്ച് ഒന്ന് ടേപ്പ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ച് ഞാൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വേണ്ട ആ ലൈൻ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ താഴത്തെ ഇത് ഞാൻ ലോക്ക് ചെയ്യാണ്. ഓക്കെ, താഴത്തെ പോർഷൻ ലോക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലെ നേരെ മേളിൽ ഈ പോർഷൻ വഴി എടുത്തതിന് ശേഷം ഇത് നമുക്ക് ലോക്ക് ചെയ്യും. നമ്മൾ ആ വയർ വേണ്ട ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കിടുക്കനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ ടാഗ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഈ ഒരു ലൈൻ ഇത്ര ഞാൻ എടുത്തിടുന്നുള്ളൂ ഇവിടെ, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് ബാക്കി ഇതിൻ്റെ ലൈനിൻ്റെ ലെങ്ത് ഇവിടെ കിടപ്പുണ്ട്, അതായത് നമ്മുടെ ക്യാമറ ലൈനിൻ്റെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഇതൊന്ന് കണക്ട് ചെയ്യാണ്. ഇവിടെ കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം 2 ആരോ മാർക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ മാർക്ക് ഈ ഒരു ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ അത് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ വെച്ചൊന്ന് കവറൊന്ന് അടച്ച് നോക്കുകയാണ്, എല്ലാം ഓക്കെ ആണോ എന്നൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഈ ഒരു ലൈൻ മാത്രം ഇതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ക്ലോസ് ചെയ്തോണം. ലാസ്റ്റ് നമുക്ക് ടാഗ് ചെയ്യാനുള്ളതൊക്കെ ടാഗ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ച് ഈ ഒരു സെൻറ്റർ കൃത്യമായിട്ട് നോക്കി ഒട്ടിക്കാൻ പോകാം. എന്നിട്ട് ഈ വയർ ബാക്കി അകത്തോട്ടിട്ട് നല്ല വൃത്തിയായിട്ട്, അതായത് കാണാത്ത രീതിയിൽ ഇങ്ങനെ തന്നെ കൊടുത്ത് ഇതിനകത്തോടെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാമറയും കൂടെ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ആ പോർഷൻ വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടുന്ന് ആ ഒരു ലൈൻ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ താഴത്തെ പോർഷൻ ക്ലോസ് ചെയ്തു. ഇനിയിപ്പം വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എത്ര വട്ടം ക്ലോസ് ചെയ്ത് അടച്ചെന്ന് പറഞ്ഞാലും, ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്താലും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇപ്പം നമുക്ക് ഏകദേശം ബാക്ക് ക്യാമറ ഇരിക്കും, നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഔട്ടും കൂടെ ഒന്ന് നോക്കാം, ബാക്കിയുള്ള കണക്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം. അതുകൊണ്ട് നമുക്കിനി ബാക്കിയുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് കൊടുക്കാം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇട്ടിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം വളരെ സിമ്പിൾ. ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വേറെ ആരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നൊരു ഡാഷ് ക്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ വാഹനത്തിൽ അത്യാവശ്യമായിട്ട്, സാധാരണക്കാരുടെ മാത്രമല്ല എല്ലാ വാഹനത്തിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഡിവൈസാണ് ഈ പറയുന്നൊരു ഡാഷ് ക്യാം. കാരണം സേഫ്റ്റി തന്നെയാണ് അതിൻ്റെ ഒരു മുഖ്യമായിട്ടുള്ളൊരു കാര്യം. കാരണം സേഫ്റ്റി എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരാൾ വന്ന് നമ്മുടെ വാഹനത്തിൽ ഇടിച്ചെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു പ്രൂഫ് കാണിക്കാനുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്കിനി ജസ്റ്റ് കീ ഒന്ന് ഓൺ ചെയ്യാം. അത് ഓൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കാണാൻ സാധിക്കും. യെസ്, പ്ലീസ് ഫോർമാറ്റ് ദ മെമ്മറി കാർഡ് കാണിക്കുന്നുണ്ട്. ഞാൻ ഫോർമാറ്റ് കൊടുക്കുകയാണ്. ഫോർമാറ്റിംഗ്. ഇവിടെ ലൈറ്റിൻ്റെ കളേഴ്സ് നമുക്ക് സൂചിപ്പിക്കും ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ബ്ലൂ ആണ് കാണിക്കുന്നത്. ഫോർമാറ്റ് ചെയ്യാണ്. ഓക്കെ, ഫോർമാറ്റിംഗ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കുറച്ചൊന്ന് താക്കുകയാണ്. യെസ്, നമുക്ക് കാണത്തക്ക രീതിയിൽ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി സെറ്റിങ്സും കാര്യങ്ങളും, ബാക്കിലത്തെ ക്യാമറയുടെ ആംഗിളും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം.
അത് ഓക്കെ അല്ല. വൈഫൈ ഓഫാണ്, മൈക്ക് ഓഫാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും റെക്കോർഡ് ആകത്തില്ല. അത് റെക്കോർഡ് ആകണമെങ്കിൽ മൈക്ക് ഓൺ ചെയ്യണം. ബാക്കിലത്തെ വിഷ്വൽ ഓക്കെ, ഫ്രണ്ട് ഓക്കെ. ബാക്കിലത്തെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് താക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും പോയി സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമുക്കൊരു ഡ്രൈവിന് ഇറങ്ങാം. നമുക്കിപ്പോൾ ഏകദേശം ഞാനൊരു സിറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമ്മുടെ ചങ്ങനാശ്ശേരി റൂട്ട്, കുറിച്ചി റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നിങ്ങൾക്ക് കറക്റ്റ് ആ ക്യാമറയുടെ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കാണുന്ന റോഡിൻ്റെ കണ്ടീഷന് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഡേറ്റ്, ടൈം, കാര്യങ്ങളെല്ലാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ? ഇതിപ്പോൾ ഞാൻ ഏറ്റവും ഫുൾ HD മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഫുൾ HD ആണ്. HDR വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഫ്രണ്ട് ഇപ്പോൾ ഒരു ബാക്ക് വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടിനും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കിലത്തെ വിഷ്വൽ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാനുള്ളൊരു സ്വിച്ചിങ് മോഡ് ഇവിടെ വരുന്നുണ്ട്. ഈ മോഡ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ വിഷ്വൽസ് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ബാക്കിലത്തെ വിഷ്വൽ കുറച്ചുകൂടെ ഒന്ന് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പം ഏകദേശം വണ്ടിയുടെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ വണ്ടി കാണാം, എന്നാലും ഒരു പോയിൻറ്റും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് പൊക്കി വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് അത് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് മറക്കരുത്. ഉറപ്പായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടോണം. ഓക്കെ, ഇപ്പം നമുക്ക് ബാക്കിലത്തെ വിഷ്വലും നല്ല പക്കയായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആ സൈഡിൽ വളരെ വ്യക്തമായിട്ടത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ വോയിസും കൂടെ ഞാനിപ്പോൾ ഫ്രണ്ട് വിഷ്വൽ ഇടുകയാണ്. ഇൻറ്റേർണൽ വോയിസും കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പം സംസാരിക്കുന്നത് ഈ ഒരു ക്യാമറയുടെ സൗണ്ട് ഔട്ട്പുട്ടിൽ നിന്നാണ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അതായത് ഇൻറ്റേർണൽ മൈക്കും കൂടെ നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്ന റെക്കോർഡിംഗ് ഒന്നും വരത്തില്ല, ജസ്റ്റ് വീഡിയോ മാത്രം വരത്തുള്ളൂ. ഇൻ കേസ് നമുക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ സെറ്റിംഗ്സിൽ മൈക്ക് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ മൈക്ക് ഓൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് റെക്കോർഡാകും. എനിക്ക് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മൈക്ക് ഓഫ് ആണോ ഓൺ ആണോ എന്നുള്ളൊരു കാര്യം. ഇനി നമുക്കിത് ഫോണിലോട്ടാണെങ്കിൽ തന്നെ, അതായത് ഇതിൻ്റെ വിഷ്വൽസ് ഫോണിലൊക്കെ കാണുന്ന രീതിയും കൂടെ ഞാൻ ഇതിനകത്ത് ഏതായാലും ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു മോഡൽ എനിക്ക് തോന്നുന്നത് A200 എന്ന് പറയുന്ന മോഡലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 7000 സംതിങ്ങിന് നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡ്യുവൽ ക്യാമറ, ഫുൾ HD ക്യാമറ എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും തന്നെ നല്ല അഫോർഡബിൾ ആണ്. കാരണം 1 year വാറണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കും. പിന്നെ 70MIയുടെ കമ്പനിയെക്കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ അത് വലിയ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളധികം കേൾക്കാത്തൊരു കമ്പനിയാണ്. അപ്പോൾ അത് ആ ഒരു കാര്യം വെച്ചാണെങ്കിലും അടിപൊളിയാണ്. ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇട്ടതിന് ശേഷം മാത്രം നോക്കാവുള്ളതല്ല അയാളുടെ ക്യാമറ. പ്ലസ് കൊടുക്കുക. അപ്പം ഏത് ഡാഷ് ക്യാം ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഡാഷ് ക്യാം വിത്ത് സ്ക്രീന്, കണക്ട് വിത്ത് ഡാഷ് ക്യാം, ഹോട്ട്സ്പോട്ട്. നമ്മൾ ഇതിൻ്റെ വൈഫൈ ഓഫായി കിടക്കുകയാണ്. സെറ്റിങ്സ് എടുത്തു, മാറ്റി നോക്കി. സിസ്റ്റം സെറ്റിങ്സ്, വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ. ഓക്കെ, അപ്പോൾ അത് ഓൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഫോണിലൊന്ന് ജസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. 70MI ഇതേ കിടപ്പുണ്ട്. അതിൽ പാസ്വേഡ് 150. കണക്ട്. പാസ്വേഡ് കൊടുത്ത് ഞാൻ കണക്ട് ചെയ്യുകയാണ്. യെസ്, നോ ഇൻ്റർനെറ്റ് ആക്സസ്. ഓക്കെ, അത് പ്രശ്നമില്ല. നമ്മൾ ബാക്ക് ചെല്ലുന്നു. ഇതിപ്പോൾ ലോഡിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ക്ലിക്ക് ഹിയർ ടു കൺഫേം ദ ബട്ടൺ. യെസ്, ഓതറൈസേഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആപ്പ് കണക്റ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ലൈവ് നടക്കുന്ന വിഷ്വലാണ്. മഴയുണ്ട്, മഴയുടെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ കീ ഓൺ ചെയ്ത് വൈപ്പർ നെറ്റ് കാണിച്ചു തരാം. വൈപ്പർ നെട്ടു. നമുക്ക് ഇതിനകത്തുള്ള ആൽബം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഫുള്ള് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് ഉള്ളത്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം ഇതിനകത്ത് റെക്കോർഡിങ് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഓൾ വീഡിയോസ് ഞാനിങ്ങനെ എടുത്തു. അതിൽ നമുക്ക് വിഷ്വൽസ് എല്ലാം കാണാൻ പറ്റും. ഓഡിയോയും നമുക്ക് കിട്ടുന്നതാണ്. തൽക്കാലം ഞാൻ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ നമുക്കിത് ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. ഇത് ഞാൻ ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല നേരെ, പക്ഷേ അതിനകത്തുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി സിസ്റ്റത്തിലോട്ടും കൂടെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയും കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് കുറച്ചൊന്ന് ഓടിച്ചു വിടാം. ഞാൻ ഈ വാഹനം ഒന്ന് തിരിക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെനിക്ക് ഫോണിലും ഇതുപോലെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ,
ഇതിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ ബാക്ക് ചെല്ലുകയാണ്. ഇതിനകത്ത് എമർജൻസി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി ഒരു ഹിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം അന്നേരം തന്നെ എമർജൻസി വീഡിയോ ഓൺ ആവുന്നതായിരിക്കും. ഇതുപോലെ ഇപ്പോൾ ഒരു നീല ലൈറ്റ് കാണാൻ സാധിക്കും, റെക്കോർഡിംഗ് അല്ല എന്ന് കാണിക്കുന്നതാണ്. ഞാൻ ഫുള്ള് ബാക്ക് ഇറങ്ങുകയാണ്. നമുക്ക് ഈ ഒരു ക്യാമറയിൽ തന്നെ സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സെറ്റിങ്സ് എല്ലാം കാര്യങ്ങളും, അതായത് റെസൊല്യൂഷന്, HDR ഓൺ ആക്കണോ വേണ്ടയോ, 70 MI ലോഗോ ഓൺ ആക്കണോ, മിററിങ്ങിൻ്റെ ഓപ്ഷൻ, റൊട്ടേഷന്, കൊളീഷൻ ഡിറ്റക്ഷന് കാര്യങ്ങൾ, എമർജൻസി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഓൺ ചെയ്യണം, ഏത് ലാംഗ്വേജ് വേണം, എല്ലാ കാര്യങ്ങളും, സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇപ്പം പഴയ കണ്ടീഷനായി റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്.